Dear students, socio-cultural background. This chapter brings in about 17th century America called the colonial period through the Scarlet Letter. അതായത് ദ സ്കാർലറ്റ് ലെറ്റർ എന്ന ആ പ്ലേയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 17ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ കോളനികളാണ്. ദ നോവൽ, അതായത് ഈ സ്കാർലറ്റ് ലെറ്റർ എന്ന നോവൽ ഡിസ്ക്രൈബ്സ് ദ ഇവന്റ്സ് വിച്ച് വെർ പോസിബിളി ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ദ ഇയേഴ്സ് 1642 to 1649. അതായത് ഈ നോവലിൽ വിവരിക്കുന്നത് ദ ഇവന്റ്സ് വിച്ച് വേർ പോസിബിളി ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ദി ഇയേഴ്സ് 1642 മുതൽ 1649 വരെയുള്ള സംഭവ വികാസങ്ങളാണ് ഈ സ്കാർലറ്റ് ലെറ്റർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്നത്. ദ സെറ്റിംഗ് ഈസ് സെയിൽമാൻ, മസാച്യുസെറ്റ്സ്. വി വിൽ സ്റ്റഡി സം ഓഫ് ദി ഡീറ്റെയിൽസ് ഓഫ് കൊളോണിയൽ ലൈഫ് ഇൻ ജനറൽ as they were way of life in America of those days was very different from that of our times. The main emphasis is on the way of life in the Massachusetts Bay Colony. അതായത് ഈ സ്കാർലറ്റ് ലെറ്ററിലെ എന്ന നോവലിലെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത് ദ വേ ഓഫ് ലൈഫ് ഇൻ ദ മസാച്യുസെറ്റ്സ് ബേ കോളനി, മസാച്യുസെറ്റ്സ് ബേ കോളനിയുടെ ജീവിത രീതികളാണ്. ഇനി നമ്മൾ പറയുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് കോളനീസ്, എയർലി സെറ്റിൽമെന്റ്. അമേരിക്ക വാസ് ഡിസ്കവേർഡ് ഇൻ 1492 ബൈ ദ സ്പാനിഷ് എക്സ്പ്ലോറർ കൊളംബസ്. Very early the 16th century onwards, many European nations such as England, France and Netherlands had taken up a mission to New World in search of gold and silver, considering its commercial. അതായത് സ്വർണവും വെള്ളിയും വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളായ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, നെതർലൻഡ്സ് ഇതെല്ലാം കൂടി ഒരു പുതിയ ലോകം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. ഇംഗ്ലണ്ട് ഹാഡ് എമർജ്ഡ് as the most powerful presence of the Atlantic and Pacific waters, which when the English maritime adventurer Francis Drake beat the Spanish Armada, the biggest naval fleet of Spain. അതായത് അക്കാലത്ത് ഇംഗ്ലണ്ട് ആണ് ഈ പറയുന്ന സമുദ്ര ഗവേഷണത്തിലെ ഏറ്റവും പ്രധാന അല്ലെ ഏറ്റവും പവർഫുൾ ആയിരുന്ന രാജ്യം. അങ്ങനെ ഇംഗ്ലണ്ട് ഹാഡ് എമർജ്ഡ് ആസ് ദ മോസ്റ്റ് പവർഫുൾ പ്രസൻസ് ഓഫ് on the Atlantic and the Pacific. Drake beat Pacific waters, അതായത് അറ്റ്ലാന്റിക്കിലും അതേപോലെ പസഫിക് വാട്ടേഴ്സിലും എല്ലാം പവർഫുൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആയിരുന്നു. when the English maritime adventurer Francis Drake beat the Spanish Armada, the biggest naval fleet of Spain. അങ്ങനെ ഇംഗ്ലീഷ് മാരിടൈം അഡ്വഞ്ചറർ ആയിരുന്ന ഫ്രാൻസിസ് ഡ്രേക്ക് സ്പാനിഷ് അർമേഡയെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെയിനിലെ ഏറ്റവും വലിയ നേവൽ ഫോഴ്സ് ആണ്, അതിനെ തകർത്തു. ഇൻ 1607 വെർജീനിയ വാസ് സെറ്റപ്പ് ആസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് കോളനി കൺസിഡറിംഗ് ദ ട്രേഡ്. അതായത് 1607 വെർജീനിയ ആണ് ഫസ്റ്റ് ഇംഗ്ലീഷ് കോളനി, സെറ്റപ്പ് ആസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് കോളനി കൺസിഡറിംഗ് ദ ട്രേഡ്. വ്യാപാരവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ഇംഗ്ലീഷ് കോളനി ആയിരുന്നു വെർജീനിയ. ഇൻ 1609 ക്യാപ്റ്റൻ ജോൺ സ്മിത്ത് ഹാഡ് ഗിവൺ ദ നെയിം ന്യൂ ഇംഗ്ലണ്ട്. Massachusetts is one of the New England states to the part of Virginia separated from North Virginia, also called the Commonwealth of Massachusetts by some of the residents. അപ്പൊ 1607 വെർജീനിയ എന്ന പേര് എലിസബത്ത് ഫസ്റ്റ് ആണ് വെർജീനിയ എന്ന പേര് ഇതിന് നൽകിയത്. അത് വെർജീനിയ വാസ് സെറ്റപ്പ് ആസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് കോളനി കൺസിഡറിംഗ് ദ ട്രേഡ്. ഒന്നാമത്തെ ഇംഗ്ലീഷ് കോളനി, വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ട ഒന്നാമത്തെ ഇംഗ്ലീഷ് കോളനിയായി പരിഗണിച്ചു. ഇൻ 1609 1609 ക്യാപ്റ്റൻ ജോൺ സ്മിത്ത് ഹാഡ് ഗിവൺ ദ നെയിം ന്യൂ ഇംഗ്ലണ്ട്. ക്യാപ്റ്റൻ ജോൺ സ്മിത്ത് ആണ് ന്യൂ ഇംഗ്ലണ്ട് എന്ന പേര് കൊടുത്തത്. മസാച്യുസെറ്റ്സ് ഈസ് വൺ ഓഫ് ദി ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ് ടു ദ പാർട്ട് ഓഫ് വെർജീനിയ സെപ്പറേറ്റഡ് ഫ്രം നോർത്ത് വെർജീനിയ, ഓൾസോ കോൾഡ് ദ കോമൺവെൽത്ത് ഓഫ് മസാച്യുസെറ്റ്സ് ബൈ സം ഓഫ് ദി റെസിഡൻസ്. ഇനി ദ പ്യൂരിറ്റൻസ് ഹൗവർ കെയിം ടു ദ അമേരിക്ക എ ഡെക്കേഡ് ലേറ്റർ. അതായത് അമേരിക്കൻ നിവാസികളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ തദ്ദേശവാസികൾ എന്ന് പറയുന്നത് പ്യൂരിറ്റന്മാരാണ്. The Puritans, however, came to the America a decade later in greater numbers and with far more institutional resources at their disposal. Whereas 102 pilgrims came over the Mayflower, 1,000 Puritans
came to Boston. ആയിരക്കണക്കിന് പ്യൂരിറ്റന്മാരാണ് ബോസ്റ്റണിൽ നിന്ന് വന്നത്. Had an official charter from the King of England and established a colony and had not separated from the Church of England. The community of the Puritans in Salem page number 37, chapter 5, The Scarlet Letter, a socio-cultural background. അപ്പൊ അമേരിക്കൻ തദ്ദേശവാസികൾ എന്ന് പറയുന്നത് പ്യൂരിറ്റന്മാരാണ്. ഏതാണ്ട് ആയിരക്കണക്കിന് പ്യൂരിറ്റന്മാരാണ് ബോസ്റ്റണിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നത്. അൺലൈക്ക് ദ പിൽഗ്രിംസ്, മറ്റ് തീർത്ഥാടകരെ പോലെ ദ പ്യൂരിറ്റൻസ് ഹാഡ് ആൻ ഒഫീഷ്യൽ ചാർട്ടർ ഫ്രം ദ കിങ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് എസ്റ്റാബ്ലിഷ് എ കോളനി ആൻഡ് ഹാഡ് നോട്ട് സെപ്പറേറ്റഡ് ഫ്രം ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ഈ പ്യൂരിറ്റന്മാര് വന്നതിനോടൊപ്പം തന്നെ പ്യൂരിറ്റന്മാർക്ക് ഇംഗ്ലണ്ടിലെ രാജാവിൽ നിന്നും ഈ അമേരിക്കയിൽ ഒരു കോളനി സ്ഥാപിക്കാനും എന്നാൽ ആ കോളനി ഒരിക്കലും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിരിക്കുകയും ചെയ്യരുത്. ദ കമ്മ്യൂണിറ്റി ഓഫ് ദി പ്യൂരിറ്റൻസ് ഇൻ Salem was the most famous out of the many group of English people established a small communities around Massachusetts Bay to the north of Plymouth and independent of the Pilgrims during 1620. അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് അമേരിക്കയിൽ കോളനി സ്ഥാപിച്ചത് ഈ പറയുന്ന പിൽഗ്രിംസ് ആണെന്നാണ് പറയുന്നത്. മെനി പ്യൂരിറ്റൻസ് വേർ വെൽ ടു ഡു ലാൻഡ് ഓണേഴ്സ്. പല പ്യൂരിറ്റന്മാരും വളരെ അധികം ഭൂസ്വത്തുള്ളവരായിരുന്നു, ഭൂമിക്ക് ഉടമസ്ഥരായിരുന്നു. ആൻഡ് മെർച്ചൻസ്, ചിലര് കർഷകരായിരുന്നു. who came to America for the next 10 years as they invested largely in a company called Massachusetts Bay Company in 1620. അപ്പൊ ഈ വന്ന പ്യൂരിറ്റന്മാരിൽ ഭൂരിഭാഗവും ഭൂവുടമകളും അതേപോലെ ധനികരുമായിരുന്നു. അവരിപ്പോ എന്ത് ചെയ്തു എന്ന് വെച്ചാല് തുടർന്ന് വരുന്ന ഒരു 10 വർഷം അമേരിക്കയിൽ നിൽക്കാൻ പാകത്തിന് അവരുടെ ഉണ്ടായിരുന്ന പണം ഈ അമേരിക്കൻ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നാ പറയുന്നത്. പ്രത്യേകിച്ച് മസാച്യുസെറ്റ്സ്. ഇനി ആസ് ദേ ഇൻവെസ്റ്റഡ് ലാർജ്ലി ഇൻ എ കമ്പനി കോൾഡ് മസാച്യുസെറ്റ്സ് ബേ കമ്പനി ഇൻ 1620. ജോൺ വിൻട്രോപ്പ് വാസ് ഇലക്ടഡ് ദ ഗവർണർ ഓഫ് ദി കോളനി whose death is mentioned in the എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞത് അമേരിക്കയിൽ എങ്ങനെ കോളനികൾ സ്ഥാപിച്ചത് 1609 ക്യാപ്റ്റൻ ജോൺ സ്മിത്ത് ആണ് ന്യൂ ഇംഗ്ലണ്ട് എന്ന പേര്, മസാച്യുസെറ്റ്സ് എന്ന് പറയുന്നത് ന്യൂ ഇംഗ്ലണ്ടിലെ ഒരു സ്റ്റേറ്റ് ആണ്. അവിടേക്ക് ധാരാളം പിൽഗ്രിംസ് തീർത്ഥാടകർ വന്നു. ഈ തീർത്ഥാടകർ വന്നപ്പോൾ അവര് ഇംഗ്ലണ്ടിലെ രാജാവിൽ നിന്ന് പിൽഗ്രിംസിന് വേണ്ടിയിട്ട് ഒരു കോളനി സ്ഥാപിക്കാനുള്ള അനുവാദവും മേടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ അവരവിടെ ഒരു കോളനി 1620 സ്വതന്ത്രമായിട്ടൊരു കോളനി അവരവിടെ സ്ഥാപിച്ചു. ഇനി ആ കോളനിയുടെ ഗവർണർ ആയിരുന്നു എന്താ നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് ജോൺ മിത്രോപ്പ്. ഇനി അടുത്തത് പ്യൂരിറ്റൻ സൈക്കോളജി ആണ്. The early settlers were the people who had taken set up to build up a sense of purpose in building up their colonies against the unfriendly environment. അതായത് അമേരിക്ക എന്ന് പറയുന്ന പുതിയൊരു രാജ്യമാണ്. അവിടുത്തെ പരിസ്ഥിതികള് കാലാവസ്ഥകളും ഒക്കെ ഇവർക്ക് വളരെ അൺഫ്രണ്ട്ലി ആയിരുന്നു. എന്നിട്ടും അവര് വളരെ സെൻസോടുകൂടി അവരോട് കോളനി സ്ഥാപിച്ചു. One needs to know the Puritan psychology to understand these qualities. അതായത് നമ്മള് തീർച്ചയായും ഈ ക്വാളിറ്റി Radiant of report John Smith on America described American psychology a lost paradise. Puritanism, a religious reform movement in the late 16th and 17th centuries that sought to purify the Church of England of remnants of the Roman Catholic popery that the Puritans claimed had been retained after the religious settlement reached early in the region of Queen Elizabeth I. അതായത് ഈ പ്യൂരിറ്റനിസം എന്ന് പറഞ്ഞ റോമൻ കാത്തലിക് ചർച്ചിലെ പോപ്പ് മേധാവിത്വത്തെ എതിർക്കുക എന്നല്ല, റോമൻ കാത്തലിക് ചർച്ചിനെ പരിഷ്കരിക്കുക. ആ കാലഘട്ടങ്ങളില് റോമൻ കാത്തലിക് ചർച്ചിനെ നിയന്ത്രിച്ചിരുന്ന പോപ്പുമാരാണ്. അതായത് അതുകൊണ്ടാണ് അവിടെ അതിനെ പ്യൂരിഫൈ ചെയ്യുക, പോപ്പറിയെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്യൂരിറ്റൻസ്മാര് ശ്രമിച്ചത്.
ആ വാക്കിൽ നിന്ന് തന്നെ അതുണ്ട്, റോമൻ കാത്തലിക് സഭയെ അല്ലെങ്കിൽ റോമൻ കാത്തലിക് ചർച്ചിനെ പോപ്പുമാരുടെ ആധിപത്യത്തിൽ നിന്ന് എന്ത് ചെയ്യുക, പ്യൂരിഫൈ ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് അതിന് പ്യൂരിറ്റനിസം എന്ന് പറയുന്നത്. പ്യൂരിറ്റൻസ് became noted in the 17th century for a spirit of moral and religious earnestness that informed their whole way of life, and they sought through church reform to make their lifestyle the pattern for the whole nation. അതായത് 17ാം നൂറ്റാണ്ടില് ഈ പ്യൂരിറ്റൻസ്മാര് മതപരമായിട്ടുള്ളതും ധാർമ്മികപരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു പുതിയ പരിഷ്കരണം അല്ലെങ്കിൽ ഒരു റീഫോം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അത് ആ റിലീജിയസ് സെറ്റിൽമെന്റ് ക്യൂൻ എലിസബത്ത് ഒന്നാമന്റെ എന്താ പറയുന്ന അടുക്ക വരെ എത്തി. became noted in the 17th century for a spirit of moral and religious earnestness that informed their whole way of life. ഇങ്ങനെ മതപരമായിട്ടും ധാർമ്മികപരമായിട്ടും 17ാം നൂറ്റാണ്ടിൽ അവർ നേടിയ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ പാറ്റേൺ തന്നെ മാറ്റി എന്ന് പറയുന്നത്. ആ രാജ്യത്തിന്റെ തന്നെ ഒരാളുടെ അല്ല, അല്ലെങ്കിൽ പ്യൂരിറ്റന്മാർ മാത്രമല്ല, ആ മൊത്തം അമേരിക്കയിലെ തന്നെ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറ്റി എന്ന് പറയുന്നത്. Their efforts to transform the nation contributed both to civil war in England and to founding colonies in America as working models of the Puritan way of life. അപ്പോ റോമൻ കാത്തലിക് ചർച്ചിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഇവരുടെ ശ്രമങ്ങൾ അവസാനം അമേരിക്കയിൽ ഒരു ആഭ്യന്തര കലാപം തന്നെ സൃഷ്ടിച്ചു. അമേരിക്കൻ സിവിൽ വാറിലേക്ക് എത്തി. അത് കഴിഞ്ഞ് പിന്നീട് അമേരിക്കയിലെ പ്യൂരിറ്റൻ രീതിയിലുള്ള പ്യൂരിറ്റൻ വേ ഓഫ് ലൈഫിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കോളനി വൽക്കരണവും നടന്നു എന്നാണ് പറയുന്നത്. ഇൻ ദ പ്യൂരിറ്റൻ വ്യൂ ഗോഡ് വാസ് സുപ്രീം. ഇനി പ്യൂരിറ്റന്മാരുടെ അഭിപ്രായ പ്രകാരം ഗോഡ് വാസ് സുപ്രീം, ദൈവമാണ്, ഈശ്വരനാണ് സുപ്രീം. The Puritans held that he revealed his will through the Bible, which they believed literally. അതായത് പ്യൂരിറ്റൻസ്മാര് എന്താണ്, റിവീൽഡ് ഹിസ് വിൽ ത്രൂ ദ ബൈബിൾ, ബൈബിളിലൂടെയാണ് അവരുടെ മനസ്സ് അവര് വെളിപ്പെടുത്തുന്നത്. which they believed literally. Clergymen interpreted the Bible in sermons, but each man after arriving in America, the Puritans started feeling themselves as the later day Jews who fled from a land of oppression to a land of liberation. അതായത് ക്ലർജിമൻ എന്ന് പറഞ്ഞാൽ എന്താ, പുരോഹിത വർഗം. ഇന്റർപ്രറ്റഡ് ദ ബൈബിൾ സെർമൺസ്, ക്ലർജിമൻ ബൈബിളിലുള്ള എന്താ പറയുന്നത് ആത്മീയ വാക്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്തു. ബട്ട് ഈച്ച് മാൻ ആഫ്റ്റർ അറൈവിംഗ് ഇൻ അമേരിക്ക, അമേരിക്കയിൽ വന്ന ഓരോ മനുഷ്യനും അമേരിക്കയിൽ വന്നതിന് ശേഷം the Puritans started feeling themselves as a later day Jews who fled from a land of oppression. നിന്ന് ജൂതന്മാരുടെ അടിച്ചമർത്തലുകളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ടാണ് ഇവർക്ക് തോന്നിയത്. The Puritans were the modern Jews who ran away from England. പ്യൂരിറ്റൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഓടിപ്പോയ ആധുനിക ജൂതന്മാരാണ്. To the new promised land of America, which was part of divine design. ഇനി നമ്മൾ കോളനികളിലെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് അമേരിക്കയിൽ കോളനികൾ സ്ഥാപിക്കപ്പെട്ടത്? ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന പ്യൂരിറ്റന്മാരാണ് അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചത്. പ്യൂരിറ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റോമൻ കാത്തലിക് ചർച്ചിനെ പോപ്പിന്റെ മേധാവിത്വത്തിൽ നിന്ന് ലിബറലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ജീവിത രീതികള്, ലൈഫ് സ്റ്റൈൽ തന്നെ അവർ പിന്തുടർന്നു എന്നാണ് പറയുന്നത്. ഇനി കോളനികളിലെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ, the families used to be a large and extended institution as compared to the modern American families during the colonial period, and their lives were ended on the family only. അതായത് ഈ പ്യൂരിറ്റൻ ഫാമിലി, കോളനികളിലെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ ആധുനിക അമേരിക്കൻ കുടുംബങ്ങളുമായി ചെയ്യുമ്പോൾ അവരുടെ ഈ പ്യൂരിറ്റൻ ഫാമിലി എന്ന് പറയുന്ന വേറൊരു കാറ്റഗറിയിലാണ്. അവരുടെ കുടുംബം, അതായത് അവരുടെ അമേരിക്കൻ ഈ പ്യൂരിറ്റൻ ഫാമിലീസ് അല്ലെങ്കിൽ പ്യൂരിറ്റൻ പൗരന്മാര് സ്വന്തം കുടുംബത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു ലൈഫാണ് പിന്തുടർന്നത്. കൊളോണിയൽ ഫാമിലീസ് ഓഫൺ ഹാഡ് സെവറൽ ചിൽഡ്രൻ ആൻഡ് സംടൈംസ് ഹാഡ് ഹോൺസ്, അങ്കിൾസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് ലിവിങ് ടുഗദർ. അതായത് കുടുംബങ്ങളിലെ കുട്ടികള്, അങ്കിള്, ആന്റിമാര്, അതേപോലെ ഗ്രാൻഡ് പേരൻസ് എല്ലാവരും ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത്. ഇനി കോളനിസ്റ്റ് ടൈം വാസ് മെയിൻലി സ്പെൻഡ് ഡൂയിങ് വർക്ക്. കൊളോണിയലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുക മാത്രമാണ് അവരുടെ ഒരേ ഒരു വിനോദം, അല്ലെങ്കിൽ ഒരേ ഒരു എന്താ പറയുന്നത് സമയം കളയാനുള്ള മാർഗം. ലാർജർ ഓർ എക്സ്റ്റെൻഡഡ് ഫാമിലി സെർവ്ഡ് ആൻ ഇമ്പോർട്ടന്റ് എക്കണോമിക് ഫംഗ്ഷൻ. എന്നാൽ വലിയ കുടുംബങ്ങള് സാമ്പത്തികമായിട്ടുള്ള ചുമതലകൾ നിർവഹിച്ചിരുന്നു.
ദേ വുഡ് ടു ഗോ ടുഗദർ ടു പ്ലോ, അതായത് ഒരുമിച്ച് വയലിൽ ഉഴുവാൻ പോകും, അതേപോലെ തന്നെ വിത്ത് വിതയ്ക്കും, അതേപോലെ വീട് നിർമ്മാണം, ഇതെല്ലാം ഒരുമിച്ച് ചെയ്തിരുന്നത്. സം ഫാമിലീസ് ഹാഡ് സം ബേസിക് ഫർണിച്ചർ സച്ച് ആസ് എ ടേബിൾ ആൻഡ് ചെയർസ്. ഫാമിലി ഹോംസ് യൂഷ്വലി ഹാഡ് എ സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ് ഫോർ എ ഫ്യൂ ആനിമൽസ് ആൻഡ് എ ഗാർഡൻ ഫോർ ദ ഫാമിലീസ് ഫുഡ്. സച്ച് ഫാമിലീസ് ആർ നോട്ട് ഫൗണ്ട് ഇൻ മോഡേൺ അമേരിക്ക. അതായത് ഈ പ്യൂരിറ്റൻ കാലഘട്ടത്തിലുള്ള കുടുംബത്തിന്റെ ഒരു സ്ട്രക്ചർ ഇന്നത്തെ നമ്മുടെ മോഡേൺ അമേരിക്കയിൽ കാണാൻ കഴിയില്ല. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്ലാസ് സ്ട്രക്ചർ. The social hierarchy in colonial American society was a way of grading people based on their power, status and money. അതായത് അമേരിക്കയിലെ സമൂഹം എന്ന് പറയുന്നത് ജനങ്ങളെ അവരുടെ അധികാരത്തിന്റെയും സാമ്പത്തിക അധികാരത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ, സമ്പത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്യുക, തരംതിരിക്കുക, അതാണ്. Many things were based on the social class of a person such as legal and political. അതായത് ഈ ഓരോ സോഷ്യൽ ഡിവിഷൻസിലും അമേരിക്കൻ പൗരന്മാർക്കും പലതരത്തിലുള്ള നിയമപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇനി സീറ്റിംഗ് ഇൻ ദ, അതേപോലെ പള്ളി എന്തിനാ പറയുന്നത്, സീറ്റിംഗ് ഇൻ ദ ചർച്ച് ആൻഡ് പേഴ്സണൽ അറ്റയർ, അതായത് പള്ളിയിൽ ഇരിക്കുന്ന സീറ്റ് വരെ, അതായത് സമൂഹത്തിൽ സമ്പന്നരായ ആളുകളെയും, ചുരുക്കി പറഞ്ഞ ഒറ്റ വാക്കി പറഞ്ഞ റിച്ച് ആൻഡ് പുവർ എന്ന കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അതായത് സമ്പത്തിന്റെയും അവരുടെ അധികാരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് പള്ളികളിൽ വരെ പ്രത്യേകം സീറ്റുകൾ അനുവദിച്ചിരുന്നു. മോസ്റ്റ് പ്രോമിനന്റ് gentry were the richest, most prominent and plantations and farms of the country. Most of the population in colonial America belonged to the group called middle class. കൊളോണിയൽ അമേരിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും മിഡിൽ ക്ലാസ് പീപ്പിൾ ആയിരുന്നു. വിച്ച് കെയിം റൈറ്റ് ആഫ്റ്റർ ദ ജെൻട്രി. അപ്പൊ ഏറ്റവും ടോപ്പിൽ ജെൻട്രി, അത് കഴിഞ്ഞ് മിഡിൽ ക്ലാസ്. ദിസ് ഗ്രൂപ്പ് കംപ്രൈസ്ഡ് മെയിൻലി ഓഫ് സ്മോൾ മെർച്ചൻസ് ആൻഡ് ഫാമേഴ്സ്. ഈ മിഡിൽ ക്ലാസ്സില് ചെറുകിട കർഷകരും അതേപോലെ തന്നെ എന്താണ് സ്മോൾ മെർച്ചൻസ്, ചെറുകിട വ്യാപാരികളും കർഷകരും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. എമംഗ് ദ മിഡിൽ ക്ലാസ്, the self-sufficient farmer was considered as the most important citizen and the renter farmers and salary earners were below them. അതായത് ഈ മിഡിൽ ക്ലാസ്സിൽ സ്വയം പര്യാപ്തത കൈവരിച്ച കർഷകരായിരുന്നു പ്രധാനപ്പെട്ട ഗ്രൂപ്പ്, അവരായിരുന്നു പ്രധാനപ്പെട്ട പൗരന്മാര്. അതിന് താഴെ ആൻഡ് ദ റെന്റർ ഫാർമേഴ്സ് ആൻഡ് സാലറി ഏണേഴ്സ് ആർ ബിലോ ദം. അതിന് താഴെയാണ് എന്ത്, ശമ്പളം കിട്ടുന്നവർ, സാലറി ഏണേഴ്സ്. The lower class came as lowest in the social classes. Lower class എപ്പോഴും സോഷ്യൽ ക്ലാസ്സിൽ ലോവസ്റ്റ് ആയിരുന്നു. ആൻഡ് വാസ് ഇൻക്ലൂസീവ് ഓഫ് സെയിലേഴ്സ്, ലേബറേഴ്സ്, സെർവൻസ്, അപ്രന്റീസസ്, സ്ലേവ്സ് ആൻഡ് സെർവൻസ്. ഇനി ഗവൺമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇൻ ദ കൊളോണിയൽ പീരീഡ് ദർ വാസ് എ അക്യൂസിഷൻ ഓഫ് സെൽഫ് ഗവൺമെന്റ്. കൊളോണിയൽ പീരീഡിൽ എന്താണ്, അവിടെ സെൽഫ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. വിച്ച് വാസ് ആൻ ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഗവൺമെന്റ് ആയിരുന്നു. ഡെവലപ്മെന്റ്, അതായത് സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്വയം ഭരണം, അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വികസന മാറ്റമായിരുന്നു. പ്രാക്ടിക്കലി 2/3 ഓഫ് ദി വൈറ്റ് മെൻസ് ഹൂ വർ ദ വെൽത്തി പ്രോപ്പർട്ടി ഓണേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ region and had the authority of political decision making, which was the vital principle in the colonies. In the colonial period, there was the acquisition of self-government, which was an important political government. Self-government ആയിരുന്നു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്. പ്രാക്ടിക്കലി 2/3 ഓഫ് ദി വൈറ്റ് മെയിൽസ് വേർ, അതായത് പ്രാക്ടിക്കലി 2/3 എന്ന് പറഞ്ഞാൽ 2/3 ഭാഗം വൈറ്റ് മെയിൽസ്. വൈറ്റ് മെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളക്കാരായ പുരുഷന്മാര് ഹൂ വേർ ദ വെൽത്തി പ്രോപ്പർട്ടി ഓണേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ റീജിയൻ. അവരായിരുന്നു വെൽത്തി പ്രോപ്പർട്ടി ഓണേഴ്സ്, സമ്പത്തിന്റെ ഏറ്റവും ധനിക ഭാഗം, അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്താ പറയുന്നത്, വസ്തുവകകള്, സമ്പാദ്യം ഉണ്ടായിരുന്നത്. ഓണേഴ്സ് റീജിയൻ ആൻഡ് ദ അതോറിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ്, വിച്ച് വാസ് ദ വൈറ്റൽ പ്രിൻസിപ്പിൾ ഇൻ ദ കോളനീസ്. അതായത് ഈ കോളനിയിലെ സമ്പന്നരായ വെള്ളക്കാർക്കായിരുന്നു അവിടെയുള്ള ഡിസിഷൻ മേക്കിംഗ്, രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അതിനുള്ള റൈറ്റ്. ദ ഡെലിഗേറ്റ്സ് ടു ദ ലെജിസ്ലേച്ചർ, അതായത് നിയമനിർമ്മാണ സഭയിലേക്കുള്ള എന്താ പറയുന്ന ആളുകളെ വർഷത്തിലാണ് തെരഞ്ഞെടുത്തത്. വേർ ഓൺലി
allowed to contest the elections for management of affairs in the colony. ഇനി റിലീജിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിലീജിയൻ ഇസ് എ സെറ്റ് ഓഫ് ബിലീഫ്സ് ടു വിച്ച് വൺ സബ്സ്ക്രൈബ്സ്. അതായത് ഒരു തരം വിശ്വാസം, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ബിലീഫ്സ്, ഒരു കൂട്ടം വിശ്വാസത്തെയാണ് നമ്മൾ റിലീജിയൻ എന്ന് പറയുന്നത്. അതൊരു എക്സ്റ്റേണൽ തിങ് ആണ്, ബാഹ്യപരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഫെയ്ത്ത് ഓൺ ദ അതർ ഹാൻഡ്, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം, ഓൺ ദ അതർ ഹാൻഡ് ഈസ് ഇന്റേണൽ. ഫെയ്ത്ത് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് ആഭ്യന്തരമായിട്ടുള്ളതായിരുന്നു. ഇറ്റ് ഈസ് വൺസ് ഓൺ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഓർ എ ഡിവൈൻ ബീങ്. അതായത് ഒരാൾക്ക് ദൈവത്തോടുള്ള ഒരു ബന്ധം, വൺസ് ഓൺ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു പവിത്രമായ കാര്യം. ഇൻ നഥേനിയൽ ഹൗത്രോൺസ് ദ സ്കാർലറ്റ് treated with skepticism and some condemnation. അതായത് വിശ്വാസം എന്ന് പറയുന്നത് ഫെയ്ത്ത് ഈസ് സെലിബ്രേറ്റഡ്, വിശ്വാസം എന്ത് ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു, ആഘോഷിക്കപ്പെടുന്നു. വൈൽ റിലീജിയൻ ഈസ് ട്രീറ്റഡ് വിത്ത് സ്കെപ്റ്റിസിസം, എന്നാൽ മതം എങ്ങനെയാണ്, സ്കെപ്റ്റിസിസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. റിലീജിയൻ വാസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദ ലീവ്സ് ഓഫ് കോളനീസ്, കോളനികളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റിലീജിയൻ എന്ന് പറയുന്നത്. The Puritans are seen as a society of Pardish and extremely strict Christians who possess extremely orthodox and disciplined rules and beliefs and lived their lives according to the Holy Bible. അതായത് ഹോളി ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, ജനങ്ങള് ജീവിച്ചിരുന്നത്. They are known to be people who have this superior than others attitude when it comes to following റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ബിലീഫ്സ്. അതായത് മതപരമായിട്ടുള്ളതും ആത്മീയപരമായ വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്യൂരിറ്റന്മാര് ജീവിച്ചിരുന്നത്. അൺലൈക്ക് അതേഴ്സ്, ദ പ്യൂരിറ്റൻ ബിലീവ്ഡ് ഇൻ ലീഡിങ് എ സിമ്പിൾ ആൻഡ് പ്ലെയിൻ ലൈഫ് അക്കോർഡിംഗ് ടു ദ മോസ്റ്റ് സുപ്രീം സ്ക്രിപ്ചർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ, അതായത് ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും ലളിതമായ ജീവിതമാണ് അവർ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ നയിച്ചിരുന്നത്. ദേ ബിലീവ്ഡ് ദാറ്റ് ദർ ഡെസ്റ്റിനി ഈസ് പ്രീ ഡിറ്റർമിൻഡ്, അവർക്കറിയാം അവരുടെ വിധി, their destiny is predetermined, മുൻകൂട്ടി തീരുമാനിച്ചതാണ്, by God in terms of souls that will be saved and the ones which will not. They also believed that reading the Bible is the only way by which they can reach true salvation. അതായത് അവർ വിശ്വസിച്ചിരുന്നത് ബൈബിൾ വായനയിലൂടെ മാത്രമേ അവർക്ക് സാൽവേഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Through people see the Puritans as a people who force their rules upon others. A closer study of their beliefs and religion would definitely make you see a valid point in their religion or faith, at least to some extent. The existence of the Puritans was evident from the 1600s when these Christians wanted to purify the Church of England because they believed that the church is supposed to be the place of holy worshipping. But instead had become corrupt. അതായത് 1600-കളില് പ്യൂരിറ്റന്മാര് എന്ത് ചെയ്തു എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഈ കാത്തലിക് ചർച്ചിനെ പ്യൂരിഫൈ ചെയ്യാൻ, കാരണം കാത്തലിക് ചർച്ച് വളരെയധികം അഴിമതി നിറഞ്ഞതായി മാറിയിരിക്കുന്നു. അപ്പൊ അതിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യണമെന്ന് വിശ്വസിച്ചു. ദിസ് ഈസ് വൈ ദീസ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസ് വേർ കോൾഡ്. അപ്പൊ 1600-കളിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസിനെയാണ് നമ്മൾ പ്യൂരിറ്റന്മാർ എന്ന് പറയുന്നത്. കാരണം ഈ 1600-കളിലെ ഇംഗ്ലണ്ടിലുണ്ടായ ഈ ക്രിസ്ത്യൻസ് കാത്തലിക് ചർച്ചിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട്, അഴിമതികളിൽ നിന്ന് പ്യൂരിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെയാണ് അവർക്ക് ആ പ്യൂരിറ്റൻ എന്താ പറയുന്ന ആശയങ്ങൾ വന്ന്, അല്ലെങ്കിൽ അതൊരു പ്രസ്ഥാന മൂവ്മെന്റ് ആയിട്ട് മാറിയത് കൊണ്ടാണ് അതിലെ വിശ്വാസികളെ എന്ത് വിളിക്കുന്നത്, പ്യൂരിറ്റന്മാരെന്ന് വിളിക്കുന്നത്. ഇനി Hawthorne further criticizes the external institution of religion in the way of he portrays Arthur Dimmeside. ഇനി അത് മാത്രമല്ല, Hawthorne further criticizes, വിമർശിക്കുന്നുണ്ട് Hawthorne, the external institution of religion, അതായത് മതത്തിന്റെ ബാഹ്യപരമായിട്ടുള്ള ഘടനകളെ, in the way he portrays Arthur Dimmeside. Dimmeside is the town's minister. Everyone loves him and thinks he is just the holiest and best person alive, nigh unto Anglic. In truth, however, he is utterly pollution and lie. അതായത് ഹാവ്ത്രോൺ എന്താ പറയുന്നത്, അവിടത്തെ ടൗൺ മിനിസ്റ്ററുടെ പേരാണ് പറഞ്ഞത്, ആർതർ ഡിമ്മിസൈഡേൽ. ഈ ആർതർ ഡിമ്മിസൈഡേൽ
വളരെ എല്ലാവരും വിചാരിച്ചിരുന്നത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു നല്ല മനുഷ്യന്, ട്രൂത്ത്, സത്യസന്ധനായ മനുഷ്യൻ എന്നാണ്. പക്ഷെ അയാൾ യഥാർത്ഥത്തിൽ ഒരു പൊല്യൂഷൻ, ഒരു മാലിന്യമായിരുന്നു, ഒരു നുണയനായിരുന്നു. ത്രൂ ഔട്ട് ദ നോവൽ വി റിയലൈസ് ദ ഡിഗ്രീസ് ദാറ്റ് ആർതർ ഡിമസഡേൽ ഈസ് ദ വൺ വിത്ത് ഹും ഹെസ്റ്റർ പ്രൈനി കമ്മിറ്റഡ് അഡൾട്ടറി. ഹെർസർ ഈസ് പബ്ലിക്കലി ഷെയ്മഡ് ആൻഡ് കണ്ടംഡ്. But Dimmesdale hides his guilt inside, afraid of incurring public wrath and humiliation. His inner corruption is held up as a metaphor for the church as an entity, all pious of the outside, but inwardly corrupt. അതായത് ഈ പറയുന്ന മിനിസ്റ്റർ, ചർച്ച് ടൗൺ മിനിസ്റ്റർ, one of with him Hester Payne committed adultery. Hester is publicly shamed and condemned, but Dimmesdale hides his guilt inside, afraid of incurring public wrath and humiliation. അതായത് ഇവര് രണ്ടുപേരും കൂടി ആരൊക്കെയാണ്? ആർതർ ഡിമസഡേല്, അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ പറയുന്നത് ടൗൺ മിനിസ്റ്റർ. ഡിമസഡേലാണ് ടൗൺ മിനിസ്റ്റർ. അദ്ദേഹം ഹൈഡ്സ് ദ ഗിൽറ്റ് ഇൻസൈഡ്, തന്റെ ഉള്ളിലുള്ള ആ ഒരു കുറ്റവാസന മറച്ചു വെക്കുകയും, ആ കുറ്റവാസന മറച്ചു വെക്കാനുള്ള കാരണം പൊതുജനമധ്യത്തില് താൻ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. അങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് ഇന്നർ കറപ്ഷൻ ഈസ് ഹെൽഡ് അപ്പ് ആസ് എ മെറ്റാഫർ ഫോർ ദ ചർച്ച് ആസ് ആൻ എൻറ്റിറ്റി. അയാളുടെ ഉള്ളിലുള്ള കുറ്റകൃത്യങ്ങള് ചർച്ചിനുള്ളിൽ, അതായത് ചർച്ചാണ് ആ കുറ്റകൃത്യങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. ചർച്ചാണ് ഏറ്റവും അവസാനത്തെ എൻറ്റിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും അന്തിമ വിധി അല്ലെങ്കിൽ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ചർച്ചാണെന്ന് പറയുന്നു. ഓൾ പയസ്നെസ് ഓൺ ദി ഔട്ട്സൈഡ് ബട്ട് ഇൻവേർഡ്ലി കറപ്റ്റ്സ്. പുറത്ത് നോക്കിക്കിട്ടുന്ന അയാൾ വളരെ ഭവ്യനായ മനുഷ്യനാണ്, വളരെ എന്താ പറയുന്നത് വളരെ പയസ്സാണ്, പക്ഷെ ഇൻവേർഡ്ലി കറപ്റ്റ്. അയാൾ ഉള്ളിൽ എങ്ങനെയാണ്? വളരെ കറപ്റ്റ് ആയിട്ടുള്ളതാണ്. ഡെപ്പിക്റ്റിംഗ് ഡിമ്മസൈഡൽ ഇൻ ദിസ് വേ ഫർദേഴ്സ് ഹാവ്ത്രോൺസ് ക്രിറ്റിസിസം ഓഫ് റിലീജിയസ് ആൻഡ് ആൻ ഓർഗനൈസേഷൻ. അപ്പൊ ഇയാളുടെ വർണ്ണനയിലൂടെ എന്താണ് പറയുന്നത്? ഹാവ്ത്രോൺ റിലീജിയൻ ആസ് ആൻ ഓർഗനൈസേഷൻ, റിലീജിയൻ ഒരു സംഘടനയാണെന്നാണ് പറയുന്നത്, ഓർഗനൈസേഷൻ. ഇവിടെ ഈ അമേരിക്കൻ കോളനികൾ സ്ഥാപിച്ചത് പ്യൂരിറ്റന്മാരാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ആ കാലത്ത് 1600-കളില് യൂറോപ്യൻ സഭ, കാത്തലിക് സഭ എന്ന് പറയുന്നത് വളരെയധികം പാപ്പരസി, അതായത് പോപ്പുമാരുടെ ദുർഭരണത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. അപ്പോ ആ പോപ്പുമാരുടെ ദുർഭരണത്തിൽ നിന്നും സഭയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസ് ആയവര് ഈ പറയുന്ന പ്യൂരിറ്റൻ പ്രസ്ഥാനം മൂവ്മെന്റ് ആരംഭിക്കുകയും അങ്ങനെ സഭയെ പരിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവർ അമേരിക്കയിൽ വന്ന് എന്ത് ചെയ്തു എന്നാ പറയുന്ന ഒരു കോളനിയും സ്ഥാപിച്ചു. അത് ഇംഗ്ലണ്ടിന്റെ അനുമതിയോട് കൂടിയിട്ടാണ്. ഡീറ്റെയിൽസ് ഫ്രം ദ ലീവ്സ് ഓഫ് സെയിൽമെൻ സിറ്റിസൺസ് പ്രൊവൈഡ് ഹാവ്ത്രോൺ വിത്ത് അനദർ ഓപ്പർച്യൂണിറ്റി ടു ക്രിട്ടിക് ദ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോ ഈ അമേരിക്കൻ കോളനികളിലുള്ള ജനങ്ങളുടെ ജീവിത വർണ്ണനയിലൂടെ നമ്മുടെ ഓഥർ എന്താണ് ചെയ്യുന്നത്? റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മതപരമായ സ്ഥാപനത്തെ കൂടി ക്രിട്ടിസൈസ് ചെയ്യാണ്. പെർഹാപ്സ് വൺ ഓഫ് ദി മോസ്റ്റ് പോഗ്നന്റ് ഇൻസ്റ്റൻസസ് ഓഫ് ദിസ് വാസ് ദ ഹാവ്ത്രോൺ ഡിസ്ക്രൈബ്സ് ദ പ്ലേ ഓഫ് എ ഫ്യൂ ഓഫ് ദി ടൗൺസ് ചിൽഡ്രൻ. അതിന് ഏറ്റവും നല്ലൊരു എന്താ പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഹാവ്ത്രോൺ ഡിസ്ക്രൈബ്സ് ദ പ്ലേ ഓഫ് എ ഫ്യൂ ഓഫ് ദി ടൗൺസ് ചിൽഡ്രൻ. ഈ ഹാവ്ത്രോൺ തന്റെ പ്ലേയിലൂടെ ടൗണിലുള്ള കുറച്ച് കുട്ടികളെ കുറിച്ച് എന്താ പറയുന്നത് വിശദീകരിക്കുന്നുണ്ട്. ദേ ആർ ഡിസ്പോർട്ടിംഗ് ദംസെൽസ് ഇൻ സച്ച് ഗ്രിം ഫാഷൻ ആസ് ദ പ്യൂരിറ്റനിക് നേച്ചർ വുഡ് പെർമിറ്റ്. അവർ വളരെ ഫാഷനബിൾ ആണ്, അതേപോലെ തന്നെ ഗ്രിം ഫാഷൻ ആസ് ദ പ്യൂരിറ്റനിക് നേച്ചർ വുഡ് പെർമിറ്റ്. The religious institution of Puritanism is so restrictive that even children are oppressed by it in their play. അതായത് ഈ റിലീജിയസ് പ്യൂരിറ്റനിസം എന്ന് പറയുന്ന ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്യൂരിറ്റനിസം എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആണ്. കുട്ടികളെ കളിക്കാൻ വരെ, കളിയിൽ നിന്ന് വരെ അവരെ പ്രിവെന്റ് ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുന്ന മതസ്ഥാപനമാണ്. They are restricted to such an extent that playing at going to church seems like good fun to them. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്ലേയിങ് അറ്റ് ഗോയിങ് ടു ചർച്ച്, പള്ളിയിൽ പോവുക എന്നത് സീംസ് ലൈക്ക് എ ഗുഡ് ഫൺ ടു ദം. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു തമാശയാണ്. കാരണം പള്ളിയിൽ പോകുന്നത് പ്രയറിന് വേണ്ടിയിട്ടല്ല, കളിക്കാനാണ്. അപ്പൊ ഈ പ്യൂരിറ്റൻ ലൈഫിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കളിക്കാൻ അനുവാദമില്ല. കാരണം കുട്ടികള് പള്ളിയിൽ പോകുന്നത് കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
It is further disturbing to see among the play of children sporting quarks, taking scalps in a sham fight with the Indians, or scaring one another with the freaks or imitative witchcraft. In addition to the repression of the children felt, they were also acting out their culture's fear in their play. അതായത് ഈ കുട്ടികൾ നടത്തുന്ന പ്ലേയില് അല്ലെങ്കിൽ അവരുടെ കളിയില് അവരുടെ യഥാർത്ഥ കൾച്ചർ അവർ റിവീൽ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. Scourging quakers and scalping Indians must have been widely accepted and at last talked about, if not practiced, in order to make the kids feel as though this was a good and normal thing to act out. അതായത് ശരിക്ക് പരിശീലനം എടുക്കാതെ അല്ലെങ്കിൽ ശരിക്ക് പരിശീലനം നടത്തിയില്ലെങ്കിൽ ഇത് എന്താ പറയുന്ന ഒരു ആക്ട് ആയിട്ട് മാറും, വെറും ഒരു ആക്ട് ആയിട്ട് മാറുന്നു. Through the prevalence of these ideas and practices, ഈ ആശയങ്ങളും അതേപോലെ പ്രാക്ടീസുകളെ കൊണ്ട് the children are taught to fear. കുട്ടികൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഭയക്കാൻ പഠിച്ചു. And fight against things that are different rather than to embrace or explore them. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ എക്സ്പ്ലോർ ചെയ്യാണ്ട് അതിനെ ഭയക്കാനായിട്ട് കുട്ടികൾ പഠിച്ചു എന്നാണ് പറയുന്നത്. The puritanical religious institution of colonial America would have one believe in a clear black and white dichotomy of what is good and bad. ശരിക്കും പറഞ്ഞാൽ പ്യൂരിറ്റനിക്കൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൊളോണിയൽ അമേരിക്ക, അമേരിക്കൻ കോളനികളിലെ പ്യൂരിറ്റനിസം എന്ന മതപരമായ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ അതില് നന്മയുണ്ട് അതേപോലെ തന്നെ തിന്മയുണ്ട്. Hawthorne repeatedly challenges that notion in this novel. Hawthorne തന്റെ ഈ നോവലിലൂടെ ഇതിങ്ങനെ ആവർത്തിച്ച് ചലഞ്ച് ചെയ്യാണ്. Notion in this his novel, celebrating instead the individual pursuit of faith. വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നു. One of the first instances of this is when Hester Prynne first emerges from the prison to stand in public with her scarlet letter A. She stands there in order to be shared among her fellow citizens. She is holding a baby. She conceived that is an extramarital affair, and she wears the A as a public badge of their crime. Yet Hawthorne tells us she looks something like the image of divine maternity. അതായത് ഒരു ഡിവൈൻ മെറ്റേർണിറ്റി, ഇമേജ് ഓഫ് ഡിവൈൻ മെറ്റേർണിറ്റി, to suggest that an imperfect woman, an obvious sinner, could remind one of the Saint Mary, mother of Jesus, is curious indeed and a significant blurring of a stark line between good and bad. അതായത് ഇവിടെ പറയുന്നത് ഒരു ഇംപെർഫെക്റ്റ് വുമൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒബ്വിയസ് സിന്നറാണ്, തെറ്റുകാരിയാണ്. could remind one of the sainted Mary, mother of Jesus, അതായത് ജീസസിന്റെ മാതാവ്, is curious indeed and a significant blurring of the stark line between good and bad. നന്മയുടെയും തിന്മയുടെയും ഒരു എന്താ പറയുന്ന ഡാർക്ക് ലൈൻ അവർക്കിടയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് they sailed to America from England and settled in Massachusetts in 1630 and wanted to build a city upon a hill so that people could look up to them and start following their footsteps. John Winthrop was their first governor. ഇനി ഈ അമേരിക്കൻ കോളനികളിലെ എന്താ പറയുന്നത് സോഷ്യൽ ലൈഫ്, സ്പോർട്സ്, പാസ് ടൈം, ഹോളിഡേയ്സ്, ഫുഡ്, ക്ലോത്തിങ്, ഇതിനെ കുറിച്ചൊക്കെയാണ്. While the Puritans were in favor of an ascetic way of life, they also had their wishes as a human nature for sports and amusement. അതായത് പ്യൂരിറ്റൻസ് ഒരു അസർട്ട് വേ ഓഫ് ലൈഫ് ആണ്, അസ്റ്റിക് വേ ഓഫ് ലൈഫ് ആണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അവർക്ക് അവരുടേതായ മനുഷ്യരുടേതായ എല്ലാ ഫീലിങ്സും, അതായത് സ്പോർട്സ്, എന്താ പറയുന്ന കായിക വിനോദങ്ങളുണ്ട്, അമ്യൂസ്മെന്റ് വിനോദ ഉപാധികളൊക്കെ ഉണ്ട്. Earlier life of them was not easy. മുൻകാല ജീവിതം അവർക്ക് ഒരിക്കലും എളുപ്പമായിരുന്നില്ല. Rather it was difficult to struggle for. നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. And people had no time for sports and pastimes. അതായത് ആളുകൾക്ക് സ്പോർട്സിനോ അല്ലെങ്കിൽ എന്താ പറയുന്ന സമയം കളയുന്നതിനോ യാതൊരു തരത്തിലുള്ള മാർഗങ്ങളും ഉണ്ടായിരുന്നില്ല. With the establishments of colonies, they started looking for entertainment. കോളനികൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് എന്താണ് ലുക്കിംഗ് ഫോർ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് അവര് നോക്കിയത്. ഡാൻസിങ് വാസ് വൺ ഓഫ് ദി ഫേമസ് അമ്യൂസ്മെന്റ്സ് ഓഫ് ദാറ്റ് ടൈം. ആ സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്യൂസ്മെന്റ് എന്ന് പറയുന്നത് ഡാൻസിങ് ആയിരുന്നു.
Rich people owning horses were participating in horse racing sport. Cockfights were popular at all levels of society. Earlier, hunting and fishing were necessary activities for food, but slowly became favorite sports. The favorite games of towns were cards, football, and bowling. അതായത് വിനോദോപാധികള്, അതേപോലെ തന്നെ വിനോദോപാധികളില് സ്പോർട്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു, കാർഡ് കളി, ഫുട്ബോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്യൂരിറ്റൻസ് യൂസ്ഡ് ടു ടേക്ക് എ ഫ്യൂ ഡേയ്സ് ഓഫ് ടു സെലിബ്രേറ്റ് താങ്ക്സ് ഗിവിംഗ് ഡേ, ഇലക്ഷൻ ഡേ ആൻഡ് ട്രെയിനിങ് ഡേ. അതായത് ചില ദിവസങ്ങള് ഇപ്പൊ താങ്ക്സ് ഗിവിംഗ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു, ഇലക്ഷൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നു, അതേപോലെ തന്നെ ട്രെയിനിങ് ഡേ. സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റീഡിംഗ് വാസ് ഓൾസോ വൺ ഓഫ് ദി പാസ്റ്റ് ടൈംസ് ഇൻ മോസ്റ്റ് ഓഫ് ദി ഫാമിലീസ്. കഥ പറച്ചിലായിരുന്നു ഈ പ്യൂരിറ്റൻ കുടുംബങ്ങളിലെ എന്താ പറയുന്നത് പാസ്റ്റ് ടൈമുകൾ. They also sometimes used to sing together or play game which are now done by radio and television. Living a simple life during colonial period, foodstuffs such as corn, squash and wild game, turkey, deer, pigeon and rabbit were the main diet with fish throw in to say variety. If it was necessary to preserve meat, അതായത് ഭക്ഷ്യവിഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. It was necessary to preserve meat by smoking or salting. Which fish was dried or pickled in the long winters. അതായത് അതിശൈത്യം വരുമ്പോൾ മത്സ്യം അച്ചാറുണ്ടാക്കുകയും ഉപ്പിലിട്ട് വയ്ക്കുകയൊക്കെ ചെയ്യായിരുന്നു. Some farm families also used to keep a cow milk. അതായത് പശുക്കൾ ഉണ്ടായിരുന്നു, പശുവിൻ പാല് ലഭ്യമായിരുന്നു. ഓൾസോ ബിയർ, റം ആൻഡ് സിഡർ വേർ പോപ്പുലർ ബിവറേജസ്. മദ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ബിയർ ഉണ്ടായിരുന്നു, അതേപോലെ റം ന്യൂ ഇംഗ്ലണ്ടിലാണ്, അതേപോലെ സിഡർ ബാക്ക് കൺട്രിയിലാണ്. റിച്ച് പീപ്പിൾ ഇൻ ദ കോളനീസ് യൂസ്ഡ് ടു ഇമ്പോർട്ട് ക്ലോത്ത്സ് ഫ്രം ഇംഗ്ലണ്ട്. ധനികരായ ആളുകൾ ഇംഗ്ലണ്ടിൽ നിന്ന് വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നു. അവരുടെ ഹോംസ്പൺ ആൻഡ് വിയർ ഹോം മെയ്ഡ് ക്ലോത്ത്സ്, വീട്ടിൽ നിർമ്മിച്ചിരുന്ന എന്താ പറയുന്ന ഡ്രസ്സുകളും ധരിച്ചിരുന്നു. ഇനി വ്യാപാരത്തെ കുറിച്ചും സമ്പദ് വ്യവസ്ഥയെ കുറിച്ചും പറയുകയാണെങ്കിൽ ഈ കാലത്ത് അമേരിക്കൻ കൊളോണിയൽ പീരീഡിലെ ഇക്കോണമി, സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് കൃഷി അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. അവര് സമുദായത്തിന്റെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. ഇൻ സൗത്തേൺ കോളനീസ് ഇൻഡിവിജ്വലി ഓൺഡ് ഫാംസ് വെർ കോമൺ ടു പ്രൊഡ്യൂസ് വെൽത്ത് ഫോർ ദീസ് ഫാമിലീസ്. ഫെയർ പ്രൈസ്ഡ് ഗുഡ്സ് വെർ ഐഡിയലിസ്റ്റിക് ഇൻ ന്യൂ ഇംഗ്ലണ്ട്സ്. അതായത് നല്ല വിലയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ലാർജ് പ്ലാന്റേഷൻസ് വെർ ഡിവോട്ടഡ് ടു ദ കൾട്ടിവേഷൻ. വലിയ വലിയ പ്ലാന്റേഷൻസ് ഉൽപാദനത്തിന് വേണ്ടിയിട്ടും മാർക്കറ്റബിളിന് വേണ്ടിയിട്ടും എക്സ്പോർട്ടബിൾ ക്രോപ്സിന് വേണ്ടിയിട്ട് ടൊബാക്കോ, കോട്ടൺ തുടങ്ങിയ എക്സ്പോർട്ടബിൾ ക്രോപ്സിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇനി അവിടുത്തെ നിയമവ്യവസ്ഥയെ പറയുകയാണെങ്കിൽ 17-ാം നൂറ്റാണ്ടിൽ അവിടുത്തെ ഹയസ്റ്റ് കോടതി എന്ന് പറയുന്നത് ഗവർണർ ആയിരുന്നു. ആൻഡ് ഹിസ് കൗൺസിൽ ഈസ് ഇൻ മോസ്റ്റ് ഓഫ് ദി കോളനീസ്. ദർ വർ നോ ട്രെയിൻഡ് ലോയേഴ്സ് ഇൻ ദ കോളനീസ്. കോളനീസിലെ പരിശീലനം കിട്ടിയ ലോയേഴ്സ് ഉണ്ടായിരുന്നില്ല. ദ ഇംഗ്ലീഷ് ക്രിമിനൽ കോഡ് വാസ് ഫോളോവഡ് ബൈ ദീസ് കോഡ്സ്. ഇംഗ്ലീഷ് ക്രിമിനൽ ലോയും അതേപോലെ. പിന്നെ സയൻസ്, ശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഇൻ ദ സ്കാർലറ്റ് ലെറ്റർ എ സ്ട്രോങ് റിയലിസ്റ്റിക് ഇൻട്രസ്റ്റ് ഹാഡ് റൂൾഡ് ഓവർ ഓൾ സയന്റിഫിക് ആക്ടിവിറ്റീസ് ഡ്യൂറിംഗ് ദ പീരീഡ്. അതായത് എല്ലാ കാര്യത്തിലും ഒരു ശാസ്ത്രീയ പ്രവണത ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. നാച്ചുറലി ദ കോളനിസ്റ്റ് വേർ പെക്യൂലിയർ ടു മേക്ക് ഡിസ്കവറീസ് റിഗാർഡിംഗ് ദ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ദി ന്യൂ വേൾഡ്. The colonists were peculiar to make discoveries regarding the natural history of the New World. ന്യൂ വേൾഡിന്റെ നാച്ചുറൽ ഹിസ്റ്ററിയെ കുറിച്ച്, നാച്ചുറൽ ഹിസ്റ്ററിയുടെ പ്രത്യേകതകളെ കുറിച്ച് ബോധവാന്മാരായിരുന്നു. Their pure knowledge of the environment was not so much with the hope of making practical discoveries. അവരുടെ യഥാർത്ഥ നോളജ്, അറിവ് എന്ന് പറയുന്നത് ഒക്കെ വാതിലോർക്കാം. യഥാർത്ഥ നോളജ് എന്ന് പറയുന്നത് നോട്ട് സോ മച്ച് വിത്ത് ദ ഹോപ്പ് ഓഫ് മേക്കിംഗ് പ്രാക്ടിക്കൽ ഡിസ്കവറീസ്. അതായത് പ്രാവർത്തികമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങള്, പരിസ്ഥിതിയെ കുറിച്ച്, എൻവയോൺമെന്റിനെ കുറിച്ച് പ്രാവർത്തികമായിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുക എന്നതായിരുന്നു. ദേ സ്റ്റഡീഡ് ബോട്ടണി ഇൻ ദ വ്യൂ ഓഫ് മെഡിക്കൽ ഹെർബ്സ്. അതായത് ബോട്ടണി, സസ്യശാസ്ത്രം,
അതേപോലെ തന്നെ സയൻസ് ആൻഡ് മെഡിസിൻ, അതേപോലെ മെറ്റലി എയ്ഡഡ് ദ ക്വസ്റ്റ്യൻ അയൺ ഓർ ആൻഡ് യൂസ്ഫുൾ മേഡ്സ്, അതായത് ഇരുമ്പ് അയിര് കണ്ടെത്തി എക്സ്പ്ലോർ ചെയ്ത് അതുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നു. സയൻസ് ആൻഡ് മെഡിസിൻ ലാർജ്ലി റിമെയിൻഡ് എ ഡാർക്ക് മിസ്റ്ററി, അതായത് സയൻസും ശാസ്ത്രവും മെഡിസിനും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയൊരു രഹസ്യമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഈ ചാപ്റ്റർ ഈ നോവലിൽ പറയുന്നത് അമേരിക്കൻ കോളനികൾ, അതായത് പ്യൂരിറ്റന്മാരെ എങ്ങനെയാണ് അമേരിക്കൻ കോളനികൾ സ്ഥാപിച്ചത്, അവരുടെ ലൈഫ് സ്റ്റൈലുകൾ എന്നിവയ്ക്കെല്ലാം പറയുന്നത്. ഇനി ഇതിലെ ക്യാരക്ടറൈസേഷനെ കുറിച്ച് പറയുമ്പോൾ ക്യാരക്ടേഴ്സ് എല്ലാം എന്താ പറയുക സിമ്പിൾസ് ആയിട്ട്, സ്കാർലറ്റ് ലെറ്ററിലെ പ്രധാനപ്പെട്ട ചില ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സയൻസ്, ആർട്ട്, റിലീജിയൻ ആൻഡ് നേച്ചർ തുടങ്ങിയ ഇതാണ്. അതായത് ചില്ലിംഗ്വർത്ത് ഈസ് എ സയന്റിസ്റ്റ്, ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ചില്ലിംഗ്വർത്ത്. ചില്ലിംഗ്വർത്ത് ഈസ് എ സയന്റിസ്റ്റ് ആൻഡ് എ ഫിസിഷ്യൻ. ഹി വാസ് ഓൾസോ റിലേറ്റഡ് ആസ് എ മൈനർ, എ ജോമെട്രീഷ്യൻ ആൻഡ് ആൻ എഞ്ചിനീയർ. ഓൺ ഹിയറിംഗ് ഓഫ് ദി മിനിസ്റ്റേഴ്സ് ഇൽ ഹെൽത്ത്, ചില്ലിംഗ്വർത്ത് മൂവ്സ് ഇൻ ഹിസ് ഫുള്ളി ടൈം ഫിസിഷ്യൻ. He begins to torture the minister mentally to find out the truth. There is a pure evil in his. അതായത് ഓരോ ക്യാരക്ടറിനെ കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് ഈ സ്കാർലറ്റ് ലെറ്ററിൽ ഉള്ളത്. പിന്നെ നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഈത്, എഗോ ആൻഡ് സൂപ്പർ ഗോ. സിഗ്മണ്ട് ഫ്രോഡ് ബിലീവ്സ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ദി അൺകോൺഷ്യസ്നെസ് ഇൻ ദ ഹ്യൂമൻ മൈൻഡ് ആർ ദ ഈത്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. അതായത് ഒരു മനുഷ്യന്റെ അൺകോൺഷ്യസ് മൈൻഡ്, അബോധാവസ്ഥയിലുള്ള എന്താ പറയുന്ന മനസ്സിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈഗോയും അതേപോലെ തന്നെ സൂപ്പർ ഈഗോയും ഒക്കെയാണ്. ഓൾ ഹ്യൂമൻസ് ഹാവ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ്. എല്ലാ മനുഷ്യർക്കും ഈ സ്വഭാവ സവിശേഷതകളുണ്ട്. ബട്ട് വൺ മേൻ ബി മോർ പ്രോമിനന്റ് ദാൻ അനദർ. പക്ഷെ ഒരാൾ മറ്റുള്ളവരിലും എപ്പോഴും മുൻപന്തിയിലായിരിക്കും. ഈത് ഈസ് ദ ഇമ്പൾസീവ് സെൽഫിഷ്നെസ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. ഇതെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഹ്യൂമൻ മൈൻഡിലുള്ള സെൽഫിഷ്നെസ് ആണ്, ഒളിച്ചിരിക്കുന്ന സെൽഫിഷ്നെസ്. ദ സൂപ്പർ ഈഗോ ഈസ് ദ നോർമൽ റാഷണൽ പാർട്ട് ഓഫ് ദി മൈൻഡ്. ദ ഈഗോ മീഡിയേറ്റ്സ് ബിറ്റ്വീൻ സെൽഫിഷ്നെസ് ആൻഡ് ദ റാഷണൽ തോട്ട്സ് ഇൻ ഹ്യൂമൻസ്. ദ ഈഗോ എന്ന് പറഞ്ഞ റാഷണൽ തോട്ട്സ്, യാഥാസ്ഥിതികമായ ചിന്തകളും അതേപോലെ തന്നെ സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്വാർത്ഥതകളും. The novel The Scarlet Letter by Nathaniel Hawthorne, each character represents one attributes. Even അതായത് നഥേനിയൽ ഹാവ്ത്രോണിന്റെ ഈ സ്കാർലറ്റ് ലെറ്ററിൽ ഓരോ ക്യാരക്ടേഴ്സിനും എന്താണ് ഓരോ ആട്രിബ്യൂട്ട് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈവൻ ദോ ഹെസ്റ്റർ പേരൻസ് സിൻഡ് ഹെർ മോറൽ ബിഹേവിയർ ആഫ്റ്റർവേർഡ്സ് റെപ്രസെന്റ്സ് ദ സൂപ്പർ ഈഗോ. റോഗർ ചില്ലിംഗ്വർത്ത് സെൽഫിഷ് ബിഹേവിയർ ഷോസ് ദ ഈത് ആൻഡ് പേൾ, who mediates the impulsive and rational thoughts of Hester Prynne, and author Dimmesdale represents the ego. പിന്നെ ഹാർട്ട്, സോൾ ആൻഡ് മൈൻഡ്. ഹെസ്റ്റർ വാസ് ക്യാരക്ടറൈസ്ഡ് ആസ് ദ ഹേർട്ട്, സോൾ ആൻഡ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. ഹെസ്റ്റർ വാസ് വെരി ലവിങ് സ്പിരിറ്റ്, ഓൾവേസ് ഹാഡ് ഇമ്പൾസീവ് ഫീലിങ്സ് ഫോർ ഹെൽപ്പിംഗ് പീപ്പിൾ. എപ്പോഴും ഹെസ്റ്ററിന് മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു എന്താ പറയുന്ന ഇമ്പൾസീവ് ഫീലിംഗ് ഉണ്ടാവും. She manifests the continued sympathies of the heart as the angel of mercy. Dimmesdale symbolizes the soul as the cares for the souls of others, but his own soul is tormented by his pains and conscience. Chillingworth is mainly governed by his mind. He always stands for the mind as was of the cold, calculating, scheming nature revealed in a gruesome manner in this attempt to analyze and dissect Dimmesdale. പിന്നെ അടുത്ത കഥാപാത്രമാണ് ഹെസ്റ്റർ. Irene is the novel's protagonist who was the transgressor in the community, is forced to wear the eponymous totem. Hester plays many roles in the Scarlet Letter. Devoted mother, അതായത് ഹെസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ സ്കാർലറ്റ് പ്ലേയിലെ ലെറ്ററിലെ സ്കാർലറ്റ് ലെറ്റർ എന്ന പ്ലേയിലെ ഒരു കഥാപാത്രമാണ്. അവർ പല റോളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു ഡിവോട്ടഡ് മദർ ആയിട്ട്, അതേപോലെ അബാൻഡന്റ് ലവർ ആയിട്ട്, അതേപോലെ എസ്ട്രേഞ്ച്ഡ് വൈഫ് ആയിട്ട്, റിലീജിയസ് ഡിസെൻഡർ, ഫെമിനിസ്റ്റ് ആൻഡ് ഔട്ട്കാസ്റ്റ് ടു നെയിം ജസ്റ്റ് എ ഫ്യൂ. അങ്ങനെ പല റോളുകളും കൈകാര്യം ചെയ്യുന്നതാണ്. പെർഹാപ്സ് ഹെർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്ലാസ്
പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ഐക്കണോക്ലാസ്റ്റ് ആണ്. നിലവിലുള്ള വ്യവസ്ഥിതികളെ ഷീസ് എ ഗ്ലോറിഫൈഡ് റെബൽ, അതായത് വെറും ഒരു റെബൽ അല്ല ഹെസ്റ്റർ ഒരു ഗ്ലോറിഫൈഡ് റെബൽ ആണ്. ആൻഡ് ഹൗത്രോം യൂസസ് ഹെർ ടു ക്രിട്ടിസൈസ് ദ പ്യൂരിറ്റൻസ് സ്ട്രിക്റ്റ് സൊസൈറ്റി. ഹി പോർട്രേസ് ഹെസ്റ്റർ ഫോണ്ട്ലി ആസ് എ വുമൺ of strength, independence and kindness who stands up to the judgments and constraints of her society. Though society tries to demean and disgrace her, Hawthorne emphasizes that Hester never looked more attractive as when she first emerged from prison wearing the scarlet. പിന്നെ അതേപോലെ തന്നെ അടുത്തതാണ് ഡിമ്മസഡയില്. എല്ലാവരും വിചാരിക്കും ആ ഡിമ്മസഡയില് നല്ലൊരു എന്താ പറയുന്നത് ഒരു വ്യക്തിയാണ്, സത്യസന്ധനും നന്മയൊക്കെയുള്ള. പക്ഷെ അയാളുടെ ഇന്നറായിട്ട് ഉള്ളില് എന്താണ് അയാള് പാപം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നത് മോശക്കാരനാണ്, കുറ്റകൃത്യവാസന ഉള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ചില്ലിംഗ്വർത്ത് ആണ് മറ്റൊരു ക്യാരക്ടർ, ദ ഓൾഡ് സ്കോളർ. ചില്ലിംഗ്വർത്ത് എന്ന് പറഞ്ഞ ഓൾഡ് സ്കോളർ who Hester Pryne met and married before coming to Boston. പഴയ പണ്ഡിതനെ ആയ ചില്ലിംഗ്വർത്തിനെ ഹെസ്റ്റർ വിവാഹം കഴിക്കുകയാണ്. ചില്ലിംഗ്വർത്ത് ഈസ് എ ഫോർബിഡിംഗ് പ്രസൻസ്. Even his name reflects his haunting eyes called aura. Hester's relationship with Chillingworth, her actual husband, contrasts sharply with her relationship with Dimmesdale, her lover. Chillingworth is an older man whom she married for reasons other than love. അതായത് ചില്ലിംഗ്വർത്ത് വളരെ പ്രായമായ മനുഷ്യനാണ്. അവർ ഈ സ്ത്രീയെ വിവാഹം കഴിച്ചത് സ്നേഹം കൊണ്ടല്ല, മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ്. Dimmesdale is a beloved relevant with whom she had an affair out of love and irrepressible desire. Chillingworth recognizes these differences and punishes Hester and Dimmesdale covertly by tormenting Dimmesdale almost to the point of killing them. പിന്നെ അടുത്തതാണ് പേൾ, PARL, the illegitimate daughter of Hester Pryne and Arthur Dimmesdale. അതായത് ഈ ഹെസ്റ്ററുടെയും അതേപോലെ ഡിമ്മിസ്ഡെയിലിന്റെയും മകളാണ് പേൾ. പേൾ സെർവ് ആസ് എ സിംബൽ ഓഫ് ഹെർ മദേഴ്സ് ഷെയിം ആൻഡ് ട്രയംഫ്. തന്റെ അമ്മയുടെ എന്താ പറയുന്ന എല്ലാ ക്യാരക്ടറുകളും ഈ മകളിലും അല്ലെങ്കിൽ സ്വഭാവങ്ങളും ഈ മകൾക്കും കിട്ടിയിട്ടുണ്ട്. പേൾ സെർവ് ആസ് എ സിംബൽ ഓഫ് ഹെർ മദേഴ്സ് ഷെയിം ആൻഡ് ട്രയംഫ്. At one point, the narrator described Pearl as the scarlet letter endowed with life, like the letter. Pearl is the public consequences of Hester's very private sin. അതായത് ഹെസ്റ്ററുടെ വളരെ സ്വകാര്യമായിട്ടുള്ള തെറ്റുകളെല്ലാം എന്താ പറയുക പബ്ലിക് കോൺസിക്വൻസ് പേളായിരിക്കും. Yet also like the scarlet letter, Pearl become Hester's source of strength. Scarlet letterൽ Pearl ആണ് ഹെസ്റ്ററുടെ source of strength. Pearl defines Hester's identity and purpose and give Hester to companion to love. Although she often struggles to understand Pearl's rebelliousness and devilish spirit, Hester was never waver in his loving devotion to Pearl. പക്ഷെ ഇത്രയൊക്കെ എന്താ പറയുന്ന ഹെസ്റ്ററുടെ ഐഡന്റിറ്റി കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന പർപ്പസ് ആൻഡ് ഗീവ്സ് ഹെസ്റ്റർ എ കമ്പാനിയൻ ടു ലവ്. ഓൾദോ ഷീ ഓഫൺ സ്ട്രഗിൾസ് ടു അണ്ടർസ്റ്റാൻഡ് പേൾസ്, അതായത് പേളിന്റെ എന്താ പറയുന്ന റെബല്യസ്നെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുന്ന ഡെവിളിഷ് സ്പിരിറ്റിനെ ഹെസ്റ്റർ എതിർത്തിരുന്നു. പക്ഷെ ഒരിക്കലും പേളിനോടുള്ള ആ സ്നേഹത്തിന് യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ her renowned happiness, rumored happiness and success as an adult in Europe make her characteristic society. അടിച്ചമർത്തപ്പെട്ട എന്താ പറയുന്ന ഒരു സമൂഹത്തിന്റെ എന്താ പറയുന്ന ഒരു വിജയമായിട്ടാണ് ഇവരെ ഈ പേളിനെ ഈ പ്ലേയില് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ ഡിമ്മസ്ഡെയില് അതേപോലെ പേള് തുടങ്ങിയ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെയാണ് ഈ സ്കാർലറ്റ് പ്ലേയില് പറയുന്നത്. സ്കാർലറ്റ് പ്ലേ പ്രധാനമായിട്ടും അമേരിക്കൻ കൊളോണിയൈസേഷനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. പ്യൂരിറ്റന്മാർ വന്ന് എങ്ങനെയാണ് കോളനി ഉണ്ടാക്കിയത് അമേരിക്കയില്, പിന്നെ അവരുടെ ജീവിതം, അതിലൂടെ വരുന്ന കഥാപാത്രങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ടുഡേ വി വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ്.